ഗംഗാമാത അമ്മേ, ആ സോപ്പ് ഇട്ടാ. സോപ്പൊക്കെ തേക്കാറുണ്ടോ? എടാ, നിനക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റുമെങ്കിൽ അത് മതി. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി തന്നല്ലേ. എല്ലാം പൊളിഞ്ഞല്ലേ? ആ ദിവ്യയുടെ ഒരു ബാങ്ക് ജോലി. എടാ, ബാങ്ക് ജോലിക്ക് എന്തൊരു കുഴപ്പം? നീ ബാങ്കിലല്ലേ? പിന്നെ അവളെ പോലെ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് അത് നടക്കൂലെന്ന് കണ്ടപ്പോൾ ബാങ്കിൽ കയറി. എടാ, നിന്നെപ്പോലെ തന്നെ അവളും എൻ്റെ മരുമോളാ. ആ കാര്യം നീ മറക്കരുത്. മാമാ, ഞാൻ അവളെ രജിസ്റ്റർ മാരേജ് കഴിക്കും. എന്തത്? ഞാൻ അവളെ രജിസ്റ്റർ മാരേജ് കഴിക്കുന്നു. എടാ, നിക്കടാ അവിടെ. എനിക്ക് ഈ കല്യാണം തന്നെ മതി, അല്ലെങ്കിൽ ഞാൻ രജിസ്റ്റർ മാരേജ് ചെയ്യും. അയ്യോ മോളെ, നീ അതിനൊന്നും മുതിരണ്ട. അച്ഛൻ നടത്തി തരാം ഈ കല്യാണം. നിങ്ങളൊന്നും മിണ്ടാതിന് മനുഷ്യ. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എന്നാ അച്ഛനും മോളും കൂടെ ആയിക്കോ. പറഞ്ഞ കേൾക്കരുല്ലോ. ഞാനും കൂടി ഇരുന്ന് ഉറപ്പിച്ച കല്യാണമല്ലേ ഇത്. ഒറ്റ വാക്കൻ അങ്ങനെ മുറിച്ചു കളയാനൊന്നും പറ്റില്ല. ഒന്നുമില്ലെങ്കിൽ ഞാൻ ചെക്കൻ്റെ അമ്മാവനല്ലേ. ഒരമ്മാവൻ വന്നേക്കുന്നു. രാവിലെ തന്നെ ചരമക്കുളം വിരിച്ച് വെച്ച് ആരൊക്കെ ചത്തൊന്ന് മഷിയിട്ട് നോക്കണം. ആ ലെവലാതി. എത്ര പേരാ കല്യാണ ഇഷ്ടത്തിന് വന്നത്? അവരോടൊക്കെ ഇനി എന്ത് പറയും? 6 മാസം കഴിഞ്ഞ് കല്യാണം നടത്താന്ന് പറഞ്ഞല്ലേ? അവര് പന്തൽ വരെ ഏർപ്പാടാക്കി മാമാ. അവര് പന്തലിട്ടതാന്നോടാ വലിയ കാര്യം. എടി, ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇവൻ കല്യാണം കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തേക്ക് ചാടുമെന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്റെ വല്യേച്ചി, അവനങ്ങനെ രജിസ്റ്റർ മാരേജ് ചെയ്താ നമ്മുടെ കുടുംബത്തിന് മാന പോണം. ചെറുക്കനമ്മണം കൂടെ വിളിച്ചോടി പോയി കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞപ്പോഴാ 2 കൂട്ടരും കൂടെ ഒന്നിച്ചതേ. അല്ലെങ്കിൽ 2 കൂട്ടരും കൂടെ തമ്മിൽ തല്ലി പിരിഞ്ഞു പോയവരാ. അതെ. ദിവ്യ എന്തേ സുകുമാരി ചേച്ചി? അവൾക്കിന്ന് സിൻഡിക്കേറ്റ് ബാങ്കിന്റെ പരീക്ഷയുണ്ട് ചേച്ചി. എടോ, പെണ്ണു വീട്ടുകാര് ആടി കളിക്കുന്നുണ്ടല്ലോ. ഇത് സിമെന്റ് ഇട്ട് ഉറപ്പിച്ചേക്കണം. കുറച്ച് മണനും കൂടെ ചർച്ചയ്ക്കോ? വാർത്തകളെ. അപ്പോ നമ്മളെല്ലാരും പറഞ്ഞ പോലെ മലയാള മാസം മേടവം 29 കല്യാണം. എന്തേ? അതിന് 2 ആഴ്ച മുമ്പ് നമ്മൾ കല്യാണ സാരിയും ആഭരണമൊക്കെ എടുക്കും. എല്ലാവർക്കും സമ്മതല്ലേ? മാറ്റൊന്നുമില്ലല്ലോ. നീയും കൂടെ അച്ഛാ പോവാം. അമ്മ വരുന്നില്ല. അതെന്ത് പരിപാടിയാ അമ്മേ? നമുക്കെല്ലാവർക്കും വേണ്ടിയല്ലേ ഡ്രസ് എടുക്കുന്നേ. അവരോടെന്ത് പറയും ഇനി? ഇത് നിനക്ക് വേണ്ടി മാത്രം നടത്തുന്ന കല്യാണമല്ലേ. അപ്പൊ നീ തന്നെ ചെറുക്കെടുക്കാൻ പോയച്ചാ മതി. എനിക്ക് നല്ല സുഖമില്ലെന്ന് പറഞ്ഞേര്. അമ്മ തമാശ കളിക്കാതെ വാ അമ്മേ. എടാ, ഈ പെണ്ണ് വീട്ടുകാരെ അവരുടെ പൊങ്ങച്ചം കാണിക്കാൻ നടത്തുന്ന പരിപാടിയാണ് ഈ ചരക്കെടുപ്പ്. അതിന് വന്ന് നിന്ന് തരാൻ എനിക്ക് മനസ്സില്ല. അടിപൊളി, പോവാം. നീ വരുന്നോ? കേറിക്കോ. അയ്യോ, അച്ഛൻ വരുന്നില്ലേ? പിന്നെ ഞാൻ കൂടെ. ഇങ്ങനത്തെ നാണമില്ലല്ലോ. എല്ലായിടത്തും വലിഞ്ഞു കയറി പോയിക്കോളൂ. പോയിട്ട് വാ. നിന്ന് ചമ്മാതെ പോയി പെനയിൽ കലക്കാൻ നോക്കാം. വെൽക്കം. ഇതാണ് നമ്മുടെ. എങ്ങനെയുണ്ട്? അടിപൊളി. കൊള്ളാം. ഈ ഫ്ലാറ്റ് മുഴുവൻ നമുക്ക് പിള്ളേരെ കൊണ്ട് നിറയ്ക്കണം. അതിന് അരുണേട്ടൻ കൂടി വരേണ്ടി വരും. അത് വേണ്ട. കൺഗ്രാറ്റ്സ് അരുൺ. കല്യാണമാണ്, വരണം. കല്യാണമാണല്ലേ? കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. പിന്നെ പലതവണ ഇതും പറഞ്ഞ് ലീവ് എടുത്തിട്ടുള്ളത് കൊണ്ട് ഇത്തവണ ഒരു 3 ദിവസം ലീവ് എടുത്തോ. പോയി അടിച്ചു പൊളിച്ചു. പിന്നെ തിങ്കളാഴ്ച തിരിച്ച് ജോയിൻ ചെയ്യണം. 3 ദിവസം പറയുമ്പോ ഒന്ന് സെക്കൻഡ് സാറ്റർഡേയും മറ്റേ സൺഡേ അല്ലേ? അത് ശരിയാണല്ലോ. എടാ, നിന്നെ കൊണ്ട് പറ്റാത്തോണ്ടാ. ഞാനായിരുന്നു നിങ്ങളുടെ ചൊറിച്ചില്. കല്യാണമാണ്, വരണം. ഹാപ്പി മാരീഡ് ലൈഫ്. സുദീപ് സർ, കല്യാണമാണ്. കൺഗ്രാജുലേഷൻസ് സ്വാതി. കണ്ടിത്ത ബർത്തിനി. താങ്ക് യു. കുഞ്ഞിക്ക, എന്ത് രസമുള്ള ഫോട്ടോസ് അല്ലേ? ജീവിതത്തിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ മിനിമം 2 എണ്ണെങ്കിലും കഴിക്കണം അല്ലേ? അതെ. അരുണേട്ടാ, എന്താണ് എപ്പോഴാണ് ഇപ്പൊ കല്യാണം? അടുത്ത മാസം 12. അതിങ്ങെത്തിയല്ലോ. അപ്പൊ തുണി മാറുന്നതും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ കല്യാണത്തിന്റെ ഉണ്ടല്ലോ. അതുകൊണ്ട്
അപ്പൊ ഞാൻ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് വന്നേക്കാം. ആ ഊതല്ലേ. നീയേ നല്ലൊരു ക്യാമറ എടുത്തിട്ട് വേണം അങ്ങോട്ട് വരാൻ കേട്ടോ. എനിക്ക് ഒരുപാട് വിളിയുള്ളതാ. പോട്ടെ. ആ എടാ ജോബി, 12-ാം തീയതി വേറെ വല്ല പരിപാടി ഉണ്ടോടാ? ഇല്ല കേട്ടോ. ആ എന്നാ ഏതെങ്കിലും ഒന്ന് ബാക്കപ്പിന് പിടിച്ചിട്ടോ. ശരി. കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് പകുതിക്ക് നിന്ന് പോയതാ. ഫോക്കസ് റെഡിയാക്കില്ല. ഓക്കെ കിട്ടിക്കോ കിട്ടിക്കോ കിട്ടിക്കോ. അങ്ങോട്ട് മാറി നിൽക്കും. നല്ല ജോഡിയല്ലേ ബോസ്? താൻ ആ സെയിൽസ് റിപ്പോർട്ട് മൺഡേ വെക്കാൻ മറക്കണ്ട. ഞാൻ അവരെ അനുകരിക്കാൻ പോയാലോ? എന്റെ കല്യാണത്തിന് അനുഗ്രഹിച്ചാൽ മതി. ആ മോളെ, ആ വിളക്ക് കൊടുത്ത് സ്വീകരിച്ചാൽ ആ വളയുടെ ചടങ്ങ് കഴിഞ്ഞാലേ മോക്കം കൂടെ കയറാലോ അല്ലേ? നമുക്ക് അടി തുടങ്ങാലോ. തിരി ഇങ്ങോട്ട്. സ്ലോ മോഷനില് പതുക്കെ പതുക്കെ ഇട്. കയറ്റിക്കോ. അങ്ങ് തള്ളി കയറ്റിയോട്. ആ തള്ളി കയറ്റിക്കോട്. പണി പാളി. വല്യച്ചി, ഇത് മനഃപൂർവ്വം ചെറുത് നോക്കി വാങ്ങിയതായിരിക്കും. സുപ്രധാന സ്വഭാവം കാണിക്കില്ലേ? അല്ലായിരിക്കും. ആ കേറുന്നില്ലല്ലേ? ആ സോപ്പിട്ട് വെപ്പിച്ചാൽ മതി, കയറിക്കോളൂ. ആ വറ സോപ്പ് നല്ലതാണ്, അതിട്ടാ പതയും. കുഴപ്പമില്ല മോളെ, സോപ്പിട്ട് പോപ്പിച്ചാൽ മതി, കേറും. കേറി വാ. ഞാനൊന്ന് പൊട്ടിക്കോട്ടെ. എന്തായാലും ആ വള കയറാത്തത് വലിയ കഷ്ടമായിപ്പോയി. അമ്മ സ്വർണ്ണം എടുക്കാൻ വരാത്തോണ്ടല്ലേ അളവിന് മേടിക്കാൻ പറ്റാതിരുന്നത്. അല്ല, ഒരു വള കയറാത്താണോ ഇത്ര വലിയ പ്രശ്നം? അല്ല, നീ തന്നെ ഒരു വള മേടിച്ച് അമ്മയുടെ കയ്യിലിട്ട് കൊടുത്താൽ മതി. അമ്മയ്ക്ക് സന്തോഷാവും. പിന്നെ പിന്നൊന്നുമില്ല. ഞാൻ ഒന്നും പറഞ്ഞു തരുന്നില്ല. മിണ്ടാതെ അവിടെ അടങ്ങിക്കിടന്നോ. മര്യാദയ്ക്കൊന്ന് ശ്വാസം വിട്ട് അപ്പുറത്ത് കേൾക്കും. മിണ്ടി പോരുത്. നിങ്ങളുടെ നാട് കൊള്ളാട്ടാ. പിന്നെ ചുമ്മാതാണോ? അതെ, എനിക്ക് പറ്റിയ സുന്ദരികളായ ക്രിസ്ത്യാനി പെൺകുട്ടികളെ കിട്ടുമോ? പോടാ പോടാ,